യിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? നമ്മൾ പറയുന്നത് ഇപ്പോ നമുക്കത് പല വഴിയിൽ ചിന്തിക്കാം. എന്താണ് അവിടെ യുവതികൾക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്? നമുക്കൊരു കാര്യം ചെയ്യാം, 364 ദിവസവും തുറന്നു കൊടുക്കാം. എന്തുകൊണ്ടായിക്കൂടാ? കാരണം അവിടെ അങ്ങനെ പാടില്ല എന്നൊരു നിയമം ഇല്ലല്ലോ. ഇതിനൊക്കെ നമ്മൾ നോക്കേണ്ടത് എന്താ? അതിന്റെ അടിസ്ഥാനമായ ധർമ്മശാസ്ത്രം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. 364 ദിവസവും തുറന്നു കൊടുക്കണം. അതിന്റെ അടിസ്ഥാനം ധർമ്മശാസ്ത്രമല്ല, പിണറായി വിജയനും CPI-യുമാണ്. അത് കാവിയല്ല, ചുവപ്പാണ് ഉള്ളിലിട്ടിരിക്കുന്നത്. വെളിയിലെ കാവി ഇട്ടിട്ടുള്ളൂ. ഈ ഉടായിപ്പൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം വേണ്ട കാവിയിട്ട ആളെ പറയിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. ഈ തള്ളൽ പ്രസ്ഥാനം കൊണ്ടൊന്നും ആൾക്കാർ വീടില്ല. അദ്ദേഹത്തിന് നിയമം പഠിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടുന്ന് 2 സംസ്കൃത ശ്ലോകങ്ങൾ കോട്ടയിട്ട് ഇതെല്ലാം ധർമ്മശാസ്ത്രമാണെന്ന് പറയുന്നത്. ഇത് വൈദികമായൊരു വഴിയല്ല, ഇത് താന്ത്രികമായൊരു വഴിയാണ്. ഇതിൽ തന്ത്രി എന്ന് പറയുന്ന ആചാര്യന്, തന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്കാണ്, DTയുടെ ഫാദറാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ദേവതാ സങ്കല്പത്തിന് വേണ്ടിയാണ്, DTയുടെ സങ്കല്പത്തിന് വേണ്ടിയാണ്. തന്ത്രി DTയുടെ ഫാദറാണ്. ഇതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് കൂടിയാണ്. അങ്ങനെ പറയുന്നതിന്റെ കാര്യം, ഹിന്ദു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ല. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഖുർആൻ ഉള്ളതുപോലെ, ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ബൈബിൾ ഉള്ളതുപോലെ ഹിന്ദുവിന് ഒരു ടെക്സ്റ്റ് ഇല്ല. 1000 ടെക്സ്റ്റുകളുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ വൈവിധ്യവും അതാണ്, ഏറ്റവും വലിയ ന്യൂനതയും അതാണ്. എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഓരോ കാലത്തിൽ ഇതേപോലെ ഓരോ തള്ളൽ പ്രസ്ഥാനത്തിലെ ആൾക്കാർ വന്ന് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലെ വരി ഉദ്ധരിച്ച് മറ്റൊരു ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യും. ഫുട്ബോൾ കളിക്കുമ്പോൾ ബാസ്കറ്റ്ബോളിന്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്യും. എന്നിട്ട് പറയും, എന്തുകൊണ്ട് ഫുട്ബോളിൽ കൈകൊണ്ട് ബോൾ എടുത്തുകൂടാ, എന്തുകൊണ്ട് ബോൾ ഓടിക്കൊണ്ടുപോയി ഫുട്ബോളിലെ ആ ഗോളിലേക്ക് ഇട്ടുകൂടാ, ബാസ്കറ്റ്ബോളിൽ ചെയ്യാമല്ലോ, എന്തുകൊണ്ട് ഫുട്ബോളിൽ ചെയ്തുകൂടാ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു ഉപകാരം ചെയ്യണം. യൂട്യൂബിൽ പോയി, ഗൂഗിളിൽ പോയി സ്വാമി സന്ദീപാനന്ദഗിരി ശബരിമല എന്ന് നോക്കണം. 6 വർഷം മുമ്പ് ശബരിമലയിലെ ആചാരങ്ങൾ ശാസ്ത്രീയമാണെന്നും അവിടെ സ്ത്രീകൾ പോകണ്ടെന്നും ഇത് വളരെ സയന്റിഫിക്കലി ക്രോഡീകരിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം പറയുന്നത് കാണാം. ഇതൊക്കെ കൈയടിക്ക് വേണ്ടിയുള്ള നമ്പറുകളാണ്. ഇതേപോലെ രാഹുൽ ഈശ്വറിനോട് നമ്മൾ ഒരു ചെറിയ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. എന്താണ് ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ ധ്യാന ശ്ലോകം? അതൊന്ന് പറയൂ. എന്നിട്ട് നമ്മൾക്ക് അത് നോക്കാലോ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ അയ്യപ്പന്റെ, നിങ്ങൾ പറയുന്ന അയ്യപ്പനാണെങ്കിൽ ആ ധ്യാന ശ്ലോകം, ഏത് ധ്യാന ശ്ലോകമാണ് അവിടെ തന്ത്രി അയ്യപ്പനെ ധ്യാനിക്കുന്നത്? അത് രഹസ്യമൊന്നുമല്ലല്ലോ. ശ്രീ സന്ദീപാനന്ദഗിരി കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് കോട്ട് ചെയ്ത ധ്യാന ശ്ലോകം കള്ളമാണ്. ശ്രീ കാളിദാസ ഭട്ടതിരി അടക്കം എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനതുകൊണ്ട് ഡീറ്റെയിലായി റിസർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ധ്യാനയിൽ ചാരു ജഡാനി ബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രൗദ്യം പ്രസന്നവദനം ജാനുസ്ത ഹസ്തകരം മേഘശ്യാമള കോമളം സുരന്തരം ശ്രീയോഗ പട്ടാഞ്ചിതം വിനാശന പ്രപഞ്ചയെ സുഷമം ശ്രീ ഭൂതനാഥം വിഭും. ഇതാണ് അവിടുത്തെ ധ്യാന ശ്ലോകം. സ്വാമിജി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കള്ളമാ. ഇങ്ങനെ കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കല്ലേ. ഇത് ഏത് തന്ത്രിയോട് ചോദിച്ചാലും നിങ്ങൾ പറയുന്ന കള്ളമാണെന്ന് പറയും. അവിടുത്തെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണെന്ന് പല തന്ത്രിമാരും പറഞ്ഞത്. സ്വാമി പറയൂ, ഇതിനൊരു അവസരം തരണം. സ്വാമി പറയൂ. ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാൻ ഒരു അവസരം തരണം. കാരണം ഇത് കേൾക്കുന്ന പ്രേക്ഷകര് നിങ്ങൾ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കുക. ഈ ധ്യാന ശ്ലോകം ഇപ്പം രാഹുൽ പറഞ്ഞ ധ്യാന ശ്ലോകം കള്ളം, കാരണം അത് എവിടെയും കാണാൻ കിട്ടും. സന്ദീപാനന്ദഗിരി പറഞ്ഞതാണോ രാഹുൽ ഈശ്വർ പറഞ്ഞതാണോ ശരിയെന്ന് ഈ നാട്ടിലെ ഇല്ലെങ്കിൽ നാളെ സന്ദീപാനന്ദഗിരിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കാവി ഊരി വെക്കണം. ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്തണം. ഞാൻ നാളെ സന്ദീപാനന്ദഗിരിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണ്. റിപ്പോർട്ടിലെ അഭിലാഷിൽ അന്വേഷിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ കാവി ഊരി വെക്കണം. ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഈ ഉടായ്പ പരിപാടി നിർത്തണം. രാഹുലെ, ഇത് എനിക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന വിഷയമല്ല. റിപ്പോർട്ട് അഭിലാഷ് ചെയ്യട്ടെ. ഈ നാട്ടിലെ പ്രമുഖ തന്ത്രിമാരോട് ചോദിച്ച് ശ്രീ അഭിലാഷ് ചെയ്യട്ടെ. പേടിക്കുന്ന എന്തിനാ? നമ്മൾ പറയുന്നത് തന്ത്രസമുച്ചയം എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ, കാരണം തന്ത്രസമുച്ചയമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളെ കുറിച്ച് പറയുന്നത്. അതിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയുക വിഷ്ണുവിനെ കുറിച്ചാണ്. വിഷ്ണു, പിന്നെ അതുപോലെ തന്നെ അതായത് നാരായണൻ എന്നുള്ള സങ്കല്പത്തിൽ, പിന്നെ ശിവൻ, പിന്നെ ശിവനും വിഷ്ണുവും ചേർന്നിട്ടുള്ള ഹരിനാരായണൻ. അദ്ദേഹം പറയട്ടെ രാഹുൽ, സ്വാമി പറയൂ. അല്ല, ഈ 7 മൂർത്തികളെ കുറിച്ചാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത്.
കാരണം അതിപ്പോ എന്തിനിപ്പോ ഇതൊന്നും രഹസ്യമല്ലല്ലോ അഭിലാഷേ. തന്ത്രസമുച്ചയം പുസ്തകം മേടിക്കാനുണ്ട്, ഇഷ്ടംമാതിരി കിട്ടാനുള്ള പുസ്തകമാണ്. അത് സംസ്കൃതത്തിലെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് പഴയ വേർഷൻ. ചർച്ച തുടരാം. അഭിലാഷ്, എനിക്ക് 30 സെക്കൻഡ് തരണം. ശരി, പറയൂ. 30 സെക്കൻഡ്. ശരി ശരി ശരി. അല്ലല്ല അഭിലാഷ്, അങ്ങയോടാണ് എന്റെ റിക്വസ്റ്റ്. അങ്ങയോടാണ് റിക്വസ്റ്റ്. പറയൂ പറയൂ. ശ്രീ അഭിലാഷ് അടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇത് ശബരിമലക്കെതിരെയുള്ള മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനാണ്. ശ്രീ അഭിലാഷോ റിപ്പോർട്ടറിലെ അപർണയോ വിജയകുമാറോ നാളെ ഏതെങ്കിലും തന്ത്രിയോട് ചോദിച്ച്, ഏതെങ്കിലും ആചാര്യനോട് ചോദിച്ച് ശബരിമലയിലെ ധ്യാന ശ്ലോകം എന്താ, അവിടുത്തെ അയ്യപ്പന്റെ ധ്യാന ശ്ലോകം എന്താന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കണം. അഥവാ രാഹുൽ ഈശ്വർ പറഞ്ഞ തെറ്റാണെങ്കിൽ സന്ദീപാനന്ദഗിരിയുടെ കാലിൽ തൊട്ട് മാപ്പി ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ സന്ദീപാനന്ദഗിരി തിരിച്ചൊന്നും ചെയ്യേണ്ട, ആ കാവി ഊരി ഹിന്ദുക്കളെ പറ്റിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം.